കുറച്ചെന്തേലും പാത്രം കഴുകുമ്പോഴത്തേക്ക് പുറം ഭാഗത്ത് ഭയങ്കരമായിട്ട് വേദന വരും. ഇത്തരത്തിലുള്ള കംപ്ലയിൻറ്റ്സ് കൂടുതൽ സ്ത്രീകളാണ് പറഞ്ഞു വരാറുള്ളത്, പക്ഷേ പുരുഷന്മാരിലും കാണാറുണ്ട്. അതായത് നമ്മൾ പകുതി കുനിച്ചിട്ടുള്ള ജോലി ചെയ്യുമ്പോൾ, അതായത് കൂടുതൽ ലാപ്ടോപ്പ് വർക്ക് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ കുറേ നേരം കുനിഞ്ഞു നിന്നിട്ട് പാത്രം കഴുകുന്നതാവാം, മീൻ മുറിക്കുന്നതാവാം, ചെറിയ ചെറിയ ജോലികളിൽ ഏർപ്പെടുന്നത്, അതായത് തുന്നുന്ന ജോലികൾ, അല്ലെങ്കിൽ ക്രോഷ്യ വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർ, ടൈലേഴ്സ്, അങ്ങനെയുള്ള ഒരു ക്രോണിക് ഒരു പോസ്ചറിന്റെ പ്രശ്നം കൊണ്ട് ഉണ്ടാവുന്ന പുറം വേദന. അപ്പം അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ നജ്വ, കൺസൾട്ടന്റ് പെയിൻ ഫിസിഷ്യൻ, കോട്ടക് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എരഞ്ഞിപ്പാലം. കുറച്ചെന്തേലും പാത്രം കഴുകുമ്പോഴത്തേക്ക് പുറം ഭാഗത്ത് ഭയങ്കരമായിട്ട് വേദന വരും. ഇത്തരത്തിലുള്ള കംപ്ലയിൻറ്റ്സ് കൂടുതൽ സ്ത്രീകളാണ് പറഞ്ഞു വരാറുള്ളത്, പക്ഷേ പുരുഷന്മാരിലും കാണാറുണ്ട്. അതായത് നമ്മൾ പകുതി കുനിച്ചിട്ടുള്ള ജോലി ചെയ്യുമ്പോൾ, അതായത് കൂടുതൽ ലാപ്ടോപ്പ് വർക്ക് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ കുറേ നേരം കുനിഞ്ഞു നിന്നിട്ട് പാത്രം കഴുകുന്നതാവാം, മീൻ മുറിക്കുന്നതാവാം, ചെറിയ ചെറിയ ജോലികളിൽ ഏർപ്പെടുന്നത്, അതായത് തുന്നുന്ന ജോലികൾ, അല്ലെങ്കിൽ ക്രോഷ്യ വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർ, ടൈലേഴ്സ്, അങ്ങനെയുള്ള ഒരു ക്രോണിക് ഒരു പോസ്ചറിന്റെ പ്രശ്നം കൊണ്ട് ഉണ്ടാവുന്ന പുറം വേദന. അപ്പം അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ നജ്വ, കൺസൾട്ടന്റ് പെയിൻ ഫിസിഷ്യൻ, കോട്ടക് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എരഞ്ഞിപ്പാലം. നമ്മളുടെ സ്പൈൻ എന്ന് പറയുന്നത് ഇതാണ്. നമ്മളുടെ കഴുത്തിന്റെ ഭാഗത്തുള്ള എല്ലുകൾ വരുന്നത് ഇതാണ്. ഞാൻ പറഞ്ഞ ഭാഗത്ത്, അതായത് രണ്ട് ഷോൾഡറിന്റെ എല്ലുകൾക്കിടയിലുള്ള വേദന, അത് ഈ ഒരു തൊറാസിക് സ്പൈനിന്റെ ഭാഗത്താണ് വരുന്നത്. ഇത് ലംബാർ, നമ്മൾ ബാക്ക് അടിയിലേക്ക് വരുന്ന വേദന. ഇത് പെൽവിസ്. ആ ഭാഗത്ത് എന്തൊക്കെയാണ് വേദന ഉണ്ടാക്കാൻ സാധ്യതയുള്ള സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻലി അവിടെ വരുന്നത് മസിൽസ് തന്നെയാണ്. അതായത് രണ്ട് എല്ലുകൾക്കിടയിലുള്ള ഒരു വേർട്ടിബ്ര എന്ന് പറയുന്ന നട്ടിലിന്റെ ചുറ്റുമുള്ള മസിൽസിന് കൂടുതൽ സ്ട്രെയിൻ വരുമ്പോൾ ഒന്നാമത് പോസ്റ്റർ തന്നെയാണ്. അതായത് കുഞ്ഞിൻ്റെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ആ മസിൽസ് സ്ഥിരമായിട്ട് കുറച്ച് സ്ട്രെയിൻഡ് ആയിരിക്കും. മസിൽ സ്പാസം കൊണ്ട് വരുന്ന വേദന, മയോഫേഷ്യൽ ട്രിഗർ പോയിന്റ്സ് എന്നത് മസിൽസിനുണ്ടാകുന്ന കുറേ നോട്ടുകളുണ്ട്, ട്രിഗർ പോയിന്റ്സ് കൊണ്ട് ഉണ്ടാകുന്ന വേദനകളായിരിക്കാം. മസിൽസിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു നീർക്കെട്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അതിൽ നിന്നും വേദനകളാണ് ഒന്നാമത്തെ റീസൺ. മോസ്റ്റ് ആൻഡ് ഏറ്റവും കാതിൽ നമ്മൾ കാണുന്നതും ഈ മസിൽസ് റിലേറ്റഡ് പെയിൻ ആണ്. രണ്ടാമത്തെ വേദന എന്താണെന്ന് വെച്ചാൽ സ്പോണ്ടൈലോസ്, അതായത് എല്ലുകളിൽ നിന്ന് തേയ്മാനം കൊണ്ടോ ഡിസ്കിൻ്റെ ഹെർണിയേഷൻ കൊണ്ടോ ഡിസ്കിൻ്റെ ഉള്ളിലെ വിള്ളൽ കൊണ്ടോ ഉണ്ടാവുന്ന വേദനയാണ്. ഒന്നെങ്കിൽ ആ തൊറാസിക് സ്പോണ്ടൈലോസിസ് എന്ന് പറയും, അല്ലെങ്കിൽ തൊറാസിക് ഡിസ്കിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ഹെർണിയേഷൻസ് കൊണ്ടാവാം. അപ്പോൾ ഇത്തരത്തിലുള്ളതാണ് രണ്ടാമത്തെ റീസൺ. മൂന്നാമത്തെ റീസണാണ് നെർവ് റിലേറ്റഡ് പെയിൻ. അതായത് നട്ടലിൻ്റെ ഇടയിലുള്ള ഡിസ്കിൻ്റെ സൈഡിൽ കൂടെ വരുന്ന സ്പൈനൽ നെർവ്സ്, നാഡികൾ, അത് എവിടെയെങ്കിലും കുടുങ്ങി പോകുമ്പോഴോ ഡിസ്കിൻ്റെ ഹെർണിയേഷൻ കാരണം നീർക്കെട്ട് വരുമ്പോഴോ ആ ഭാഗത്ത് മിഡ് ബാക്കിൽ മാത്രമായിട്ടൊരു പെയിൻ വരാം. അല്ലെങ്കിൽ ഹെർപ്പസ് സോസ്റ്റർ, അതായത് ആ ഭാഗത്ത് തൊറാസിക് റീജിയനിൽ ഉണ്ടാകുന്ന ഞരമ്പ് പൊട്ടി സംബന്ധമായ വേദന. ഇത് അതികഠിനമായ ഒരു വേദനയാണ്. അത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഇനി നാലാമത്തെ റീസണാണ് നമ്മളുടെ ഉള്ളിലുള്ള സ്ട്രക്ചേഴ്സ് എന്ന് വരുന്ന വേദന. അവിടെ മെയിനായിട്ട് അവിടെ കിഡ്നി ഉണ്ട്, ഗോൾ ബ്ലാഡർ അല്ലെങ്കിൽ പിത്താശയുണ്ട്, പിത്തസഞ്ചിയുണ്ട്, പിന്നെയുള്ളത് സ്പ്ലീനുണ്ട്, പാങ്ക്രിയാസ് ഉണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന ഏതെങ്കിലും തരത്തിൽ, ഇപ്പോൾ ഗോൾഡ് സ്റ്റോൺ ഉണ്ടെങ്കിൽ, പിത്താശയത്തിൽ സ്റ്റോൺ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വേദന വരാം. കിഡ്നി സ്റ്റോൺ ഉണ്ടെങ്കിൽ വേദന വരാം. ഇൻഫ്ലമേഷനോ ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും വേദന വരാം. പാങ്ക്രിയാറ്റൈറ്റിസ് അല്ലെങ്കിൽ ആഗ്നേയഗ്രന്ഥിയുടെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ കല്ലുകൊണ്ടോ അല്ലെങ്കിൽ ക്രോണിക് പാങ്ക്രിയാറ്റൈറ്റിസോ ഉണ്ടോ അക്യൂട്ട് പാങ്ക്രിയാറ്റൈറ്റിസോ ഉണ്ടോ മിഡ് ബാക്ക് പെയിൻ വരാം. അപ്പോൾ ഈ വേദന എവിടെ നിന്നാണ് വരുന്നത് നമ്മൾ നേരിട്ട് കണ്ട് രോഗിനെ പരിശോധിച്ച ശേഷം മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഒരു പോസ്റ്റ് റിലേറ്റഡ് പെയിൻ ആണെങ്കിൽ സാധാരണഗതിയിൽ ഈ പറഞ്ഞ ഒരു മുന്നോട്ട് കുനിഞ്ഞു നിന്നിട്ടുള്ള എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ സംഭവിക്കുന്നത്. പിന്നെ വേറൊരു കാറ്റഗറിയാണ് പാല് കൊടുക്കുന്ന അമ്മമാർ. അതായത് ഇരുന്ന് പാല് കൊടുക്കുമ്പോൾ അവർക്ക് കൂടുതലായിട്ടും കുട്ടിയെ നമ്മൾ മടിയിൽ ഇരുത്തിയിട്ടായിരിക്കും പാല് കൊടുക്കുന്നുണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള പോസ്റ്റിൽ അതായത് 10-20 മിനിറ്റോളം ഒരു അറ്റ് എ ടൈം ഒരു കുട്ടിക്ക് പാല് കൊടുക്കേണ്ടതായിട്ടുള്ളൊരു സമയം വരും. അത്രയും സമയം നമ്മൾ ആ ഒരു പോസ്റ്റിൽ ഇരിക്കുകയും അത് നമ്മൾ കൂടുതലും റെസ്റ്റ് ഒന്നും കിട്ടാതെ പിന്നെ വീണ്ടും അതേ പോസ്റ്റിൽ ഇരിക്കുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള വേദനകൾ വരും. അപ്പോൾ എന്താണ് ഇതിന് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് വേദന വരുന്നതെന്നാണ് ആദ്യം കണ്ടുപിടിക്കണം. എവിടുന്നാണ് ഈ വേദന വരുന്നതെന്ന് കണ്ടുപിടിക്കണം. എന്തൊക്കെയാണ് ചികിത്സാ രീതികൾ. അപ്പോൾ ഞാൻ പറഞ്ഞ കാരണങ്ങൾ നമ്മൾ ആദ്യം ഒന്ന് വിലയിരുത്തി നോക്കുക. ഇത് ഏത് ഏജാണ്, എന്താണ് അവരുടെ ജോലി എന്ന് നോക്കണം. പിന്നെ എന്തുകൊണ്ട് എവിടെ നിന്നാണ് ഈ വേദന വരുന്നതെന്നുള്ള അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യാം. ഒന്നെങ്കിൽ എക്സ്റേ, MRI എന്തെങ്കിലും എടുത്ത് നോക്കാം. പിന്നെ ആ ഭാഗങ്ങളിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗോൾ ബ്ലാഡറിന് എന്തെങ്കിലും പ്രശ്നങ്ങളാണോ, അല്ലെങ്കിൽ കല്ലുകളുണ്ടോ, കിഡ്നി സ്റ്റോൺ ഉണ്ടോ, പാങ്ക്രിയാസിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി വേണേൽ CT അബ്ഡമിനോ കാര്യങ്ങളോ അൾട്രാസൗണ്ട് അബ്ഡമിനോ എന്തെങ്കിലും ചെയ്ത് നോക്കാം.
ഇനി ഇതിൽ നിന്നൊന്നും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, MRI ഒക്കെ നോർമലാണ് എന്നുണ്ടെങ്കിൽ മസിൽ റിലേറ്റഡ് പെയിനും ആവാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള വേദന എന്താണെന്നുള്ളത് നോക്കി സിമ്പിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് എന്തെങ്കിലും രോഗിക്ക് പറഞ്ഞു കൊടുക്കുക. അതായത് അത് പോസ്റ്റർ കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ലാപ്ടോപ്പ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കാം, കുഞ്ഞിന് എങ്ങനെ പാല് കൊടുക്കണം, അതായത് കുഞ്ഞിനെ നമ്മൾ എടുക്കുമ്പോൾ തന്നെ കുറച്ചുകൂടി കയ്യിലേക്ക് എടുത്ത് ഒരു നല്ലൊരു ചെയറിലിരുന്ന് കുഞ്ഞിനെ നമ്മൾ കയ്യിലേക്ക് എടുത്ത് അടിയിലൊരു പില്ലോ വെച്ച് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് കുഞ്ഞാതെ കുഞ്ഞിനെ നമ്മളെ അടുത്തേക്ക് കൊണ്ടുവന്ന രീതിയിൽ പാല് കൊടുക്കാൻ അമ്മയെ നമ്മൾ പരിശീലിപ്പിക്കുക. അതുപോലെ ഒരുപാട് കുഞ്ഞിട്ട് പാത്രം കഴുകുന്നതിന് പകരം സ്ലാബിൻ്റെ ഹൈറ്റ് കുറച്ച് കൂട്ടാൻ അവരോട് നമുക്ക് പറയാം. അത് അത്തരത്തിലുള്ള പിന്നെ ഈ ചെറിയ ചെറിയ ജോലികൾ, അതായത് കുറേ നേരം കുഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവരോട് ആ ഒരു ടൈം പീരീഡ് ഒന്ന് കുറച്ച് ഒന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യാൻ അവരോട് സംസാരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള പോസ്റ്റർ കറക്ഷൻസ് നമുക്ക് ഒരുപാട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. പിന്നെയുള്ളതാണ് ഈ മസിൽസിനെ ട്രീറ്റ് ചെയ്യാൻ നമുക്ക് ഡ്രൈ നീഡ്ലിംഗ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. സ്കാനിങ്ങിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ആ സ്റ്റിഫായി നിൽക്കുന്ന മസിൽസിനെ നമുക്ക് നീഡിൽസ് വഴി അത് റിലാക്സ് ചെയ്യാൻ സമ്മതിക്കും. പിന്നെ അതുപോലെ അതിൻ്റെ സ്ട്രെച്ചിങ്ങും അതിൻ്റെ എക്സസൈസും കാര്യങ്ങളും വഴി അത് പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് റീസൺസ് ഉണ്ട് ഇതിന്. ഡിസ്കിൻ്റെ ഹെർണിയേഷൻസ് ആണെങ്കിൽ തന്നെ നമുക്ക് ആ ഭാഗത്ത് കൊടുക്കാൻ പറ്റുന്ന എക്സസൈസും ഫിസിയോതെറാപ്പിയും ഉണ്ട്. അതുപോലെ തന്നെ ചില മസിൽ നെർവ് ബ്ലോക്സ് ഉണ്ട്, ആ മസിലിലേക്കുള്ള രക്തോട്ടത്തിൻ്റെ ഫ്ലോ കൂട്ടാനും അതുപോലെ ആ ഡിസ്കിൻ്റെ ഉള്ളിലേക്കുള്ള നീർക്കെട്ടും കാര്യങ്ങളും ആ ഡിസ്ക് റിലേറ്റഡ് പ്രശ്നങ്ങളും കൊണ്ടുണ്ടാകുന്ന നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് തൊറാസിക് എപ്പിഡ്യൂറൽ ഇഞ്ചെക്ഷൻസ് ഉണ്ട്. അതുപോലെ ഹെർപ്പസ് സോസ്റ്റർ ആണ് കാരണമെങ്കിൽ ആ ഭാഗത്ത് വരുന്ന നാഡികളുടെ ശക്തി കൂട്ടാനുള്ള മെഡിസിൻസ് ഉണ്ട്. ആ ഞരമ്പിന് നീർക്കെട്ട് കുറയ്ക്കാനുള്ള ഇഞ്ചെക്ഷൻസും ഉണ്ട്. അപ്പോൾ കാരണങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനനുസരിച്ച് ചികിത്സ ചെയ്യാം. തീർച്ചയായും ഇതൊരു ക്രോണിക് പെയിനിൻ്റെ വിഭാഗത്തിൽപ്പെട്ടതാണ്. ചിലപ്പോൾ 3 മാസത്തിൽ കൂടുതൽ വേദന അനുഭവിക്കുന്ന ആൾക്കാർ ഇത് എൻ്റെ ശരീരത്തിൽ അങ്ങനെ ഉണ്ടായിപ്പോയി, ഞാൻ ഇനി അതും കൊണ്ട് ജീവിക്കുക എന്നുള്ളൊരു മെൻറ്റാലിറ്റി വിട്ടിട്ട് അതിന് പ്രത്യേക ചികിത്സയുണ്ട് എന്നുള്ള തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. നന്ദി.